ഗർഭാത്രം ഉണ്ടോ? ചില ആൾക്ക് അറിയേണ്ടത് എനിക്ക് ഗർഭാത്രം ഉണ്ടോ എന്നാണ്. ഉണ്ട്. എനിക്ക് ഗർഭാത്രം ഉണ്ട്. ഹലോ, ഈ താത്തയുടെ വീഡിയോ റിയാക്ട് ചെയ്യുന്ന സമയം എനിക്ക് മോണിറ്റൈസേഷൻ ഓൺ ആവാറില്ല. ഞാൻ അതുകൊണ്ട് ഒന്ന് മര്യാദയ്ക്ക് സംസാരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. പക്ഷേ ഈ അലവലാതിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് മര്യാദയ്ക്ക് സംസാരിക്കാനും പറ്റത്തില്ല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ എന്റെ ഒരു അവസ്ഥ. അപ്പൊ കുറച്ച് കാര്യങ്ങള് നമുക്ക് ഇത്തേടെ കേട്ടിട്ട് വരാം. യൂട്യൂബ് ചാനൽ കിടിലൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് സാധിക്കുന്നുണ്ട് ഫെസ്റ്റോ എന്തോന്നാ മനസ്സിലായില്ല. ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന് കാരണം ഇപ്പോ കേരളത്തിന് വലിയൊരു കാര്യമാണ് കേരളത്തിൽ ആരും മുഖ്യമന്ത്രി ആവുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കേരളത്തിലെ ആൾക്കാർക്ക് മുഖ്യമന്ത്രി ആരാവണം എന്നല്ല കൂടുതൽ അറിയേണ്ടത്. ജാസിനെ KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യിപ്പിക്കുമെന്നാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യം വച്ചിട്ട് ജാസിയെ ബസ്സിൽ യാത്ര ചെയ്യാൻ സമ്മതിക്കില്ല. അതായത് സ്ത്രീകൾക്ക്, ട്രാൻസ്ജെൻഡർ വുമൺ അല്ല, ജനിക്കുമ്പോ തന്നെ സ്ത്രീ ആയിട്ട് ജനിച്ച ആൾക്കാരുടെ പ്രിവിലേജില് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യം വെച്ചിട്ട് ജാസി എന്ന ട്രാൻസ്ജെൻഡറിനെ സമ്മതിക്കത്തില്ല. അങ്ങനെ ആ സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യം വെച്ചിട്ട് ഇവര് യാത്ര ചെയ്യാനാണെങ്കിൽ അവിടെ സ്ത്രീയും ട്രാൻസ്ജെൻഡർ വുമൻസും തമ്മിൽ എന്ത് വ്യത്യാസം ഇരിക്കുന്നു? ഇവർക്ക് കൊടുക്കുന്ന ആധാർ കാർഡിൽ പോലും ജെൻഡർ എന്നിടത്ത് ട്രാൻസ്ജെൻഡർ എന്നാണ് എഴുതിയേക്കുന്നത്. അങ്ങനെയുള്ളപ്പോ സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യം ജാസിയെ പോലെയുള്ള ട്രാൻസ്ജെൻഡേഴ്സിന് കിട്ടണം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ജാസി പറഞ്ഞു തരണം. രണ്ട് സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചതാണോ ജാസി കണ്ടുവച്ച അടിസ്ഥാനം? ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോ ചില ആൾക്കാർ വന്നിട്ട് പറയും അവർക്കും ജീവിക്കണ്ട. അവര് ജീവിച്ചോട്ടെ. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ പെട്ട അവർക്ക് കിട്ടുന്ന അവരുടെ പ്രിവിലേജുകളൊക്കെ വെച്ചിട്ട് അവര് ജീവിക്കട്ടെ, ജീവിക്കേണ്ടെന്ന് ഇവിടെ ആരും പറയുന്നില്ല. പക്ഷേ സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യം അത് പറ്റത്തില്ല. അങ്ങനെ സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവർക്ക് കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇവരുടെ ID കാർഡിൽ ട്രാൻസ്ജെൻഡർ എന്ന് എഴുതിക്കുന്നത്, ഫീമെയിൽസിന്റെ അതിൽ ഫീമെയിൽസ് എന്ന് എഴുതിയിരിക്കുന്നത്? മൊത്തത്തിൽ ഒറ്റ കാറ്റഗറി അങ്ങ് പോരെ. ഈ പുരുഷന്മാർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും സ്ത്രീകൾക്കും കിട്ടണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുവോ? അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ആണുങ്ങൾക്കും കൂടെ കിട്ടണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഇവിടത്തെയും കാര്യങ്ങള്. ബസ്സിൽ യാത്ര ചെയ്യുമെന്നുള്ളത് KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യും. അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചെയ്ത് കാണിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ KSRTC യാത്ര ഞാൻ അതിന് എന്തോളം ഞാൻ പൊരുതണോ ഞാൻ പൊരുതും. കാരണം KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് സ്ത്രീകൾക്കാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ജാസി എങ്ങനെ സ്ത്രീ ആവുമെന്ന് അല്ലേ? അതാണല്ലോ ഇപ്പൊ കേരളത്തിൽ ആൾക്കാർ. പിന്നെ ചില ആൾക്കാരൊക്കെ വെറുതെ ഈ ടോപ്പിക് എടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. റീച്ചാണ് മെയിൻ, അത് വേറെ കാര്യം. എന്തെങ്കിലുമൊക്കെ റീച്ച് പിടിച്ച് നിക്കണല്ലോ. കാരണം അക്കൗണ്ടൊക്കെ അങ്ങ് ഡൗണാ, എന്തുവാ ചെയ്യാ? അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത്, അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ നാലാൾക്കാർ കാണും, എന്തെങ്കിലും കിട്ടും എന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പൊ ജാസിന് തലമ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ജാസി ഒന്നിങ്ങനെ നിൽക്കുന്നത് ആണല്ലോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടൊക്കെ. അപ്പൊ ജാസിനെ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് റീച്ച് അങ്ങ് കിട്ടും എന്ന് വിചാരിച്ച് ചില അമ്മച്ചിമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അമ്മച്ചിമാരല്ലാത്തവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മച്ചിമാർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇനിയിപ്പോ ഈ ഇത് കാണുന്ന കുട്ടികൾക്കൊരു ഇത് വേണ്ട, ഞാൻ അമ്മച്ചി എന്ന് ഉദ്ദേശിച്ചത് രേണു ചേച്ചിനൊക്കെ പറയുന്ന ഒരു അമ്മച്ചി ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ അമ്മച്ചി എന്തോ പറയാൻ എനിക്കറിയില്ല, വട്ടവർ, ഞാനതൊന്നും കെയർ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ വേറെ കുറെ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും കൂടിയുള്ള ഒരു മറുപടിയാണ്, നീ ബസ്സിൽ കയറുന്ന എനിക്കൊന്ന് കാണണം, നീ ആര്, നിങ്ങൾക്ക് ആര്? ഞാൻ ബസ്സിലോ കാറിലോ ഫ്ലൈറ്റിലോ കയറി, അല്ല നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം എന്നാ എനിക്ക് അറിയാൻ വയ്യാത്തത്. നീ ബസ്സിലോ ഫ്ലൈറ്റിലോ ട്രെയിനിലോ ഏത് അടുപ്പിലെങ്കിലും പൊക്കോ, പക്ഷേ സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യം വെച്ചിട്ട് പറ്റത്തില്ല എന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ജാസി. അല്ലാണ്ട് നീ ബസ്സിൽ പോകാൻ പറ്റത്തില്ല, ട്രെയിനിൽ പോകാൻ പറ്റത്തില്ല, ഫ്ലൈറ്റിൽ പോകാൻ പറ്റത്തില്ല എന്ന് ഇവിടെ ഒരുത്തരും പറഞ്ഞിട്ടില്ല.
നീ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യം എനിക്കും കൂടെ കിട്ടണം. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഇവിടെ ചോദ്യം വരുന്നത്. പിന്നെ റീച്ച്, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കപ്പ പുഴുങ്ങാനൊന്നല്ലല്ലോ, ഇതേ റീച്ചിന് വേണ്ടിട്ട് തന്നെയല്ലേ. അതുകൊണ്ട് റീച്ചിനെ കുറിച്ച് നിങ്ങൾ അധികം സംസാരിക്കരുത്. എനിക്ക് ഗർഭാത്ര ഉണ്ടോ എന്നൊക്കെയാണ് ചില ആൾക്കാർക്ക് അറിയേണ്ടത്. ഇനിയിപ്പൊ അതിനു വേണ്ടി ഞാൻ പണ്ട് എന്താ പറയാ ഡ്രസ്സ് ഊരിയിട്ട് കാണിച്ചു കൊടുത്ത പോലെ ഗർഭാത്ര ഉണ്ടോ എന്നുള്ളത് ഇനിയിപ്പോ ഞാൻ സർജറി ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരുമോ? വയറ് കീറണോ? അവന് ഗർഭപാത്രം ഉണ്ടല്ലോ. എടാ ഗർഭപാത്രം ആയിരിക്കത്തില്ലടാ, പിച്ചപാത്രം ആയിരിക്കും. ഇവനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന സ്ത്രീകൾ കേട്ടല്ലോ അല്ലേ. ജാസി എന്ന ട്രാൻസ്ജെൻഡറിന് ഗർഭപാത്രം ഉണ്ട്. അവന്റെ വേണ്ട. സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളാണ് ഞാൻ. കേന്ദ്ര ഗവൺമെന്റിന്റെ ട്രാൻസ് ID കാർഡ് എടുത്തൊരു വ്യക്തിയാണ് ട്രാൻസ്ജെൻഡർ ആയിട്ട്. ഇവിടെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള എത്രയോ പേര് അവര് ആധാർ കാർഡിലോ അവര് പാസ്പോർട്ടിലോ അവര് വേറെയുള്ള രേഖകളിലൊക്കെ സ്ത്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ ആണെന്ന് ആയിട്ട് തന്നെ കൊടുക്കണം എന്ന് അങ്ങനെ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മള് സർജറി ഇപ്പൊ ബ്രസ്റ്റ് സർജറി, ഡൗൺ സർജറി അല്ലെങ്കിൽ 2 സർജറിയും കഴിഞ്ഞ ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാം, അവർക്ക് ഫ്രീ ആയിട്ട് പോവാം. അതുകൊണ്ടൊരു പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ഗർഭാത്ര ഉണ്ടോ? ചില ആൾക്ക് അറിയേണ്ടത് എനിക്ക് ഗർഭാത്ര ഉണ്ടോന്നാണ്. ഉണ്ട്. എനിക്ക് ഗർഭാത്രം ഉണ്ട്. ഗൂഗിളില് പോയി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ആധാർ കാർഡും നോർമൽ ഫീമെയിൽസിന്റെ ആധാർ കാർഡും കിട്ടും ജാസി. അതില് ട്രാൻസ്ജെൻഡേഴ്സ്, അതായത് ജെൻഡേഴ്സിന്റെ അടുത്ത് ട്രാൻസ്ജെൻഡേഴ്സ് എന്നും ഫീമെയിൽസിന്റെ ഫീമെയിൽസ് എന്നും എഴുതിയേക്കുന്നത്. അതാദ്യം ജാസി ഒന്ന് പോയി നോക്കണം. സ്വന്തമായിട്ട് ആധാർ കാർഡ് കാണത്തില്ലേ, അതില് താൻ ഏത് ജെൻഡറിലാണ് ഉള്ളത് എന്നുള്ളത് ഒന്ന് എടുത്തു നോക്കണം. ചിലപ്പോ ട്രാൻസ്ജെൻഡേഴ്സ് പോലും ആയിരിക്കത്തില്ല, മെൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും കൊടുത്തേക്കുന്നേ. ആൾക്കാരെ പറ്റിക്കാൻ സാരി കൊടുത്ത് ഇറങ്ങിയതായിരിക്കും, പറയാൻ പറ്റത്തില്ല. ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, കേട്ടല്ലോ. എല്ലാ സ്ത്രീകളെയും നന്നായിട്ട് അവൻ കളിയാക്കി വിട്ടിട്ടുണ്ട്. അവന് ഗർഭപാത്രം ഉണ്ട് പോലും. ഇനിയും സപ്പോർട്ട് ചെയ്യും, നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കൊണ്ട് നടക്ക്. ഫ്രീ ആയിട്ട് സഞ്ചരിക്കുന്നവൻ എന്തുകൊണ്ട് സഞ്ചരിച്ചു കൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എനിക്ക് ട്രാൻസ്ജെൻഡർ ID കാർഡ് ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ ഞാൻ അത് ലീഗലി പോയിട്ട് മൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പോ എന്താണ് പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന പല പ്രിവിലേജസും ട്രാൻസ്ജെൻഡേഴ്സിന് കിട്ടുന്നുണ്ട്. കാരണം ഏതോ നിങ്ങളൊക്കെ ഏത് ലോകത്താണോ ജീവിക്കുന്നത്? ആണ് പെണ്ണ് ട്രാൻസ് മറ്റത് മറിച്ചത് അതൊക്കെ അതൊക്കെ ഒഴിവാക്കാനുള്ള സമയം കഴിഞ്ഞു. ഒഴിവാക്കല്ലേ ജെൻഡർ മറക്കണം പോലും. ഒരു കാര്യം ചെയ്യാം, നാളെ മുതല് പെണ്ണുങ്ങൾ എല്ലാരും കൂടെ മുണ്ടും ഷർട്ടും വലിച്ചു കയറ്റി മറ്റേ കല്ല് വെട്ടാനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും പോവാം. ആണുങ്ങള് മാക്സിമം സാരിയൊക്കെ എടുത്ത് വീട്ടിലിരുന്ന് പണിയെടുക്കട്ടെ. കൊച്ചുങ്ങളെ നോക്കണം, അടുക്കള പണിയെടുക്കണം, വീട് ക്ലീൻ ചെയ്യണം, അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ ആണുങ്ങളെ നോക്കട്ടെ. സമാധാനാവോ ജാസി? ഏതെങ്കിലും ജാസി അല്ലാതെ ഏതെങ്കിലും ട്രാൻസ് വുമണോ അല്ലെങ്കിൽ ട്രാൻസ് മെന്നോ വന്നിട്ട് പുരുഷന്മാർക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യം എനിക്ക് കിട്ടണം, സ്ത്രീകൾക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിനക്ക് മാത്രം എന്തിന്റെ കുത്തിക്കഴപ്പാ? അങ്ങനെ ലെവലിലേ എന്നെ ട്രീറ്റ് ചെയ്തില്ല. ഈ ട്രാൻസ് എന്ന് പറയുന്നത് ഇത്ര വലിയ മോശക്കാരാണ്. ട്രാൻസ് മോശക്കാരാണെന്ന് ഇവിടെ ഒരാളും പറഞ്ഞിട്ടില്ല. വളച്ചൊടിച്ചുകൊണ്ട് വേറെ എന്തിലോട്ടുള്ള എത്തിക്കാൻ ശ്രമിക്കല്ലേ കേട്ടോ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യവും ട്രാൻസ് വുമൺ ആയ ജാസിക്ക് കിട്ടണം എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അല്ലാതെ ട്രാൻസ് മോശമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ KSRTC യാത്രയിൽ ബസ്സിൽ യാത്ര ചെയ്യും ഫ്രീ ടിക്കറ്റ് ആയിട്ട്. ഇപ്പൊ ഈ ഫ്രീ ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹാഫ് ടിക്കറ്റ് വേണം. അത് ഞാൻ സർജറി ചെയ്ത ആളാണല്ലോ. പകുതി പെണ്ണായ ആളാണ് നിങ്ങൾ പറയുമ്പോൾ. പകുതി പെണ്ണ് പകുതി പെണ്ണായ എനിക്ക് പകുതി ടിക്കറ്റ്. അതായത് എവിടെയാണോ എനിക്ക് പോവേണ്ടത് അവിടെ ഒരു 150 രൂപയാണ് അല്ലെങ്കിൽ ഒരു 200 രൂപ ആണെങ്കിൽ ഞാൻ 100 രൂപ കൊടുക്കും. ബാക്കി പകുതി ഞാൻ നിന്റെ വീട്ടിലിരിക്കുന്ന ആരെങ്കിലും ആണോ KSRTC-യിലുള്ളത് ഹാഫ് ടിക്കറ്റ് തരാൻ? എന്ത് നിങ്ങൾ അച്ഛന്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരും പുരുഷനാണോ സ്ത്രീയാണെന്നുള്ളത് നിങ്ങൾ തുണി ഊരി എനിക്ക് കാണിച്ചു തരുമോ? ഇല്ലല്ലോ. ഞാൻ എന്തിന് അത് ചെയ്യേണ്ട ആവശ്യം?
ഞങ്ങളുടെ അച്ഛനമ്മയും ആണാണോ പെണ്ണാണോ എന്ന് തപ്പി നോക്കണ്ട, അല്ലെങ്കിൽ തുണി ഒരു നിന്നെ കാണിച്ചു തരേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങളുടെ അച്ഛനമ്മയും പെണ്ണായിട്ട് ജനിച്ചിട്ട് ആണായിട്ട് ജീവിക്കുന്നതോ ആണായിട്ട് ജനിച്ചിട്ട് പെണ്ണായിട്ട് ജീവിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. മനസ്സിലായോ? നീ ചിലപ്പം നിന്റെ വീട്ടിലിരിക്കുന്ന നിന്റെ അമ്മയുടെയും നിന്റെ അച്ഛന്റെ ഒക്കെ പൊക്കി നോക്കിയിട്ടായിരിക്കും ഉറപ്പിച്ചിട്ടുണ്ടാവുക. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. മനസ്സിലായോ? ഏ ജോസി, അതുപോലെ ആണാണെന്നും പറഞ്ഞിട്ട് ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചിട്ട് അതിനെയും ചതിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഞാൻ ആണല്ല, ഞാൻ ഇങ്ങനെയാണ് എന്നും പറഞ്ഞിട്ട് വേണ്ട, പോയിട്ടില്ല. മനസ്സിലായോ? ജാസി, സംസാരിക്കുമ്പോ സൂക്ഷിച്ചും കണ്ടും സംസാരിച്ചില്ലെങ്കിൽ കൈ എങ്ങാനും കിട്ടിയ പൊന്നു മോനെ ഒട്ടിച്ച് നിന്റെ ചെവിക്കല് ഞാൻ തിരിക്കും. പറഞ്ഞേക്കാം.